സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് എന്താണ്? അതിനുള്ളൊരു സംശയം, ഈ കൊണ്ടുവന്നത് ചെമ്പുപാളിയാണെന്ന് പറയുകയും ചെയ്യുന്നു. 42 കിലോ ഉണ്ടായിരുന്നത് പിന്നീട് 38ലേക്ക് മാറിയത് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നു. ഈ പറയുന്നതിൽ ഒരു വ്യക്തത കുറവുണ്ടോ? നൗഫൽ, ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ, അഭ്യൂഹങ്ങൾ ഇതെല്ലാം തന്നെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇത്തരത്തിലൊരു വിശദീകരണം നൽകുന്നത്. അഭിഭാഷകനാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തിയിരിക്കുന്നത്. കമ്പനിയുടെ പോളിസി പ്രകാരം ചെമ്പ് തകിടിൽ മാത്രമാണ് ഈ സ്വർണം പൂശുന്നത്. മറ്റൊരു കമ്പനി സ്വർണം പൂശിയതോ അല്ലെങ്കിൽ ഇവരുടേതല്ലാത്ത മറ്റൊരു വസ്തുക്കളിലോ ഇവർ സ്വർണം പൂശാറില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. 2019 ഇതുമായി ബന്ധപ്പെട്ട ചെമ്പ് പാളികൾ എത്തിക്കുന്നത്. കമ്പനി ഇതുമായി ബന്ധപ്പെട്ട ജോലികളിലേക്ക് കടക്കുന്നത്. അന്ന് ഈ ചെമ്പുപാളികൾ എത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആളുകളാണ് എന്ന് അഭിഭാഷകൻ പറയുന്നുണ്ട്. എത്തിച്ചപ്പോൾ ഏതാണ്ട് 42 കിലോ ഭാരമാണ് ഉണ്ടായത്. പിന്നീട് അത് 38 കിലോയിലേക്ക് എത്തിയത് ഒരുപക്ഷെ അത് പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്ന് ഉള്ളതാണ് കമ്പനിയുടെ ഒരു വിലയിരുത്തൽ. അതായത് ഇത് സ്വർണ്ണം പൂശാൻ ഉപയോഗിക്കുമ്പോൾ ചില നടപടിക്രമങ്ങളുണ്ട്, സാങ്കേതികപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഭാരക്കുറവ് ഉണ്ടായത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ രണ്ടാമതാണ് ഈ 40 വർഷം ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് രണ്ടാമതും ഇത് സ്വർണം പൂശാൻ എത്തിച്ചത്. ഇത് സ്വർണത്തിന് പൊലിമക്കുറവോ അല്ലെങ്കിൽ ഭാരക്കുറവോ ഉണ്ടാവാനുള്ള ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യസ്പർശം ഏൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ വസ്തുക്കൾ ഇതിൽ വീഴുകയോ ചെയ്താൽ ഒരുപക്ഷെ ഭാരക്കുറവുണ്ടാകാം. അത് വലിയ രീതിയിലൊരു കുറവൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല എന്നും നിലവിൽ പറയുന്നുണ്ട്. 397 ഗ്രാമാണ് ഈ സ്വർണം പൂശാനായി ഇതിനകത്ത് സ്വർണ്ണമായി ഉപയോഗിച്ചിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. ഈ 2019 ഈ ചെമ്പുപാളികൾ എത്തിക്കുന്നു. അത് സ്വർണം പൂശിയ ശേഷം അത് സ്വീകരിക്കാൻ എത്തുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് എന്നും ഈ അഭിഭാഷകൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും ദുരൂഹതകളും എല്ലാം നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വിജിലൻസ് ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളെല്ലാം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ, ഈ കോടതിയിലടക്കം ചില സംശയങ്ങൾ ഇത് ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളുമായി സ്വീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഈ കമ്പനി സ്വീകരിച്ചിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികളാണ് അടർത്തി ഇവിടെ കൊണ്ടുപോകുന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴും അത്തരത്തിൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും കടക്കാൻ ഈ കമ്പനി അഭിഭാഷകൻ തയ്യാറായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ അല്ലെങ്കിൽ ഈ 40 ദിവസം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ കുറച്ച് നാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പാളികൾ കൈവശം വെച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമൊന്നും ഇന്ന് ഇപ്പോൾ അഭിഭാഷകൻ നൽകിയിട്ടില്ല. എന്തായാലും തങ്ങളുടെ പക്കൽ എത്തിയിരിക്കുന്നത് ചെമ്പ് പാളികളാണ് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തമായിട്ടും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്നും തന്നെ സ്വർണ്ണം പൂശാൻ എത്തിച്ചിട്ടില്ല എന്നുള്ളൊരു വിശദീകരണം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്.